Welcome to BSc Physics by Semester 3, Electrodynamics paper, 40-second lecture. Electrodynamics paper, 40-second lecture, and we start a new chapter which is called electromagnetic waves. The chapter electromagnetic waves. So, new chapter, electromagnetic waves. What are electromagnetic waves? Light waves are electromagnetic and require no medium of propagation. ലൈറ്റ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. അത് സഞ്ചരിക്കുന്നതിന്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. വാക്വത്തിലൂടെ സഞ്ചരിക്കും. Now we can see wave equation in one dimension. Before going to see the electromagnetic wave equation, we see the mechanical wave equation. The wave equation in one dimension. One dimensional wave equation എന്ന് പറഞ്ഞാൽ എന്താണ്? The one-dimensional wave equation is given by the equation. It's a differential equation, second order differential equation containing second derivative with respect to time and also with respect to x. The equation is the differential equation for one-dimensional wave motion is d square y by dt square equal to v square into d square y by dx square. That is the differential wave equation, where y is a displacement, d square y by dt square is the particle acceleration, the velocity of the wave, and d square y by dx square is called curvature of the displacement curve. d square y by dx square is called curvature of the displacement curve. ഇപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ. d square y by dt square equal v square into d square y by dx square എന്ന് പറയും. y ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, d square y by dt square പാർട്ടിക്കൽ ആക്സിലറേഷൻ, b വെലോസിറ്റി ഓഫ് വേവ് വെലോസിറ്റി, d square y by dx square എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് കർവിൻ്റെ കർവച്ചറാന്ന് പറയും. ഇനി അതിൻ്റെ ഒരു ഡെറിവേഷൻ നമ്മൾ കാണിക്കുകയാണ്. എങ്ങനെയാണ് ഈ വൺ ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കുക? ഒരു വേവ് നമ്മൾ കാണിച്ചിരിക്കുകയാണ്, ഒരു പ്രോഗ്രസീവ് വേവ്, വൺ ഡയമെൻഷണൽ വേവ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ വൈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ, ടി ടൈമിൽ, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ടി ടൈം കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആണെന്ന് വിചാരിക്കുക. ആ വൈയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം കാണാൻ പോവുകയാണ്. ഡിഫറൻഷ്യൽ വേവ് ഫോം ഓഫ് ദി ഇക്വേഷൻ കാണുകയാണ്. The displacement of a particle in a medium when a wave travels can be represented by the equation y is equal to function of t minus x by v. അപ്പോൾ ഒരു വേവ് എക്സ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അത് ടൈമിൻ്റെയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഫംഗ്ഷനായിട്ട് ഇതുപോലെ സൂചിപ്പിക്കാം. ഏതാണ് ഫോം? ഡിസ്പ്ലേസ്മെൻറ്റ് y is equal to function of t minus x by v, where x is a distance in the x direction and t is the time, v velocity of wave. അപ്പോൾ നമ്മൾ ഇതിന് സമാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് y is equal to a cos 2 pi by lambda vt minus x. അത് ഇൻ്റർഫറൻസ് എന്നൊക്കെ ഒരു ചാപ്റ്റർ ഉണ്ട് ലൈറ്റിൻ്റെ. ആ ലൈറ്റ് ഇൻ്റർഫറൻസ് ഒക്കെ പഠിക്കുമ്പോൾ ആ y is equal to a cos 2 pi by lambda vt minus x എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ പറയുകയാണ്. ഡിഫറൻഷ്യേറ്റ് ദി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഫസ്റ്റ്. അപ്പോൾ ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ നമ്മൾ ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡി വൈ ബൈ ഡി ടി സിക്കൽ ടൈമിനാണ് ചെയ്യുന്നത് എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി. പിന്നെ ടൈം ചെയ്യണം, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ. ടൈമിന് 1 ആണ്, അപ്പോൾ ഇൻറ്റു 1 ഇക്വേഷൻ നമ്പർ 1. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ടി മൈനസ് എക്സ് ബൈ വി. വീണ്ടും 1 വരും, ഇൻറ്റു 1 വരും. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് പറയും. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്ന ടേം. ഇനി നമ്മൾ പറയുന്നത്
ആ വണ്ണിന് ഇക്വേഷൻ നമ്പർ 1-നെ, അതായത് y = f × t - x/v എന്ന് നമ്മൾ കണ്ട റിലേഷൻ, അതിനെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സിന് 2 പ്രാവശ്യം ചെയ്യണം. dy/dt = f dash into t - x/v into -1/v. -1/v you can put in a bracket. -1/v. So 1/v -1/v is taken to the front side. That is equal to -1/v f dash into f dash of t - x/v. Further differentiating, d²y/dx² is equal to -1/v² f double dash t - x/v. That is, when we differentiate this expression with respect to x, a -1/v generates every time. Therefore, d²y/dx² is equal to minus square is plus 1/v² f double dash into t - x/v. Equation number 3. That is equation number 3. Now 2/3. Equation 2 by equation 3. d²y/dt² all by d²y/ds². We get 1/1/v². That is v². Cross multiplying, d²y/dt² equal v² into d²y/ds². Equation number 4. And this is the one-dimensional differential wave equation. That is the one-dimensional differential wave equation. Here is the differential wave equation in one dimension. In 3 dimension, this equation is written as d²psi/dt² equal to v² into del² psi. And del², you need no explanation. You know del² is Laplacian operator, dou² plus dou² plus dou²/dou z². That we have seen many times. And psi is three-dimensional wave function. So in 3 dimension, the differential wave equation can be written in the form d²psi/dt² equal to v² into del² psi. Equation number 5. So one-dimensional equation, differential equation we have seen. So there is a question: derive the one-dimensional wave equation. So you have to derive the differential equation. Now there are 1 or 2 simple problems. Show that y is equal to 5x - 70 is a solution of one-dimensional wave equation. If y is equal to 5x - 70, അതൊരു one-dimensional differential wave equationന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയുക, തെളിയിക്കുക. Given y is equal to 5x - t, dy/dt is equal to -7. When we differentiate with respect to t, we have to take x as constant. So derivative constant is 0. Again, dy/dx is equal to 5 because t is a constant. We are considering only partial derivatives. So d²/dt² is 0. d²/dx² is 0. If d²y/dx² is 0, we can multiply on either side by v². v² into d². Therefore, v² into d²y/dx² is 0. Equation number 2. You see equation number 1. In the RHS of these 2 equations, there is 0. So we can equate LHS. So we get d² y/dt² equal to v² d²y/ds². This is one-dimensional wave equation. So the given equation is a solution. So similarly, you can do the following problems. Check whether the following equations are solutions of one-dimensional wave equation. ഇതേപോലെ തെളിയിക്കാനുള്ള ചോദ്യമാണ്. താഴെ പറയുന്ന ഒരു 3 ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. ഇവയെല്ലാം one-dimensional wave equationന്റെ സൊല്യൂഷനാണോ തെളിയിക്കാനാണ്.
Number 1, y is equal to e raised to 3x minus vt. Number 2, y is equal to s square plus v square t square. Number 3, y is equal to 10 sin x. ഇവയെല്ലാം വൺ ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് പറയണം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉത്തരവിടെ കൊടുത്തിട്ടുണ്ട്. The first one is not a solution. When you differentiate this, it will not satisfy the differential equation. Hence, it is not a solution. The second one is a solution. The third one is also a solution. Now we say, what are sinusoidal waves? The differential equation usually represents a sinusoidal wave. What are sinusoidal waves? What are they? അപ്പോൾ ഒരു സൈനുസോയിഡൽ വേവാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിൽ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ഒമേഗ ടി എന്ന് എടുക്കും, വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ എടുക്കും, എന്നിട്ട് അവിടെ ടൈം മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫേസ് മാർക്ക് ചെയ്യാം. ഇവിടെ ഫേസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് 0 പൈ 2 പൈ 3 പൈ എന്നിങ്ങനെ. ഇനി ടൈമിലാണ് മാർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പൈക്ക് വരെ T/2 കൊടുക്കണം, 2 പൈക്ക് വരെ T കൊടുക്കണം. കാരണം 0 to 2 പൈ ആണല്ലോ ഒരു പീരീഡ്, ഒരു കറക്കം. അപ്പോൾ ഇവിടെ ഞാൻ ഫേസ് തീറ്റ ഒമേഗ ടിയിൽ എഴുതിക്കുകയാണ്. അത് പൈ 2 പൈ 3 പൈ 4 പൈ അങ്ങനെ നീട്ടി എഴുതുകയാണ്. ആ കർവ് പിന്നെ ആക്സിനെ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. The wave traveling in the positive x direction can be represented by the equation y is equal to a cos omega t minus epsilon ഈ പോലെ എഴുതണേ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു വേവിനെ നമുക്ക് y is equal to a cos omega t minus epsilon എന്ന് കൊടുക്കാവുന്നതാണ്. This wave is called a sinusoidal wave, cosinusoidal wave. കൊസൈനുസോയിഡ് തന്നെയാണ് സൈനുസോയിഡ്. കാരണം സൈൻ്റെ കൂടെ കോ ചേർക്കുമ്പോഴാണ് കൊസൈൻ കിട്ടുന്നത്. അപ്പോൾ സൈനുസോയിഡൽ വേവിനെ നമുക്ക് സൈനായിട്ട് പറയാം അല്ലെങ്കിൽ കൊസൈനായിട്ട് പറയാം. അപ്പോൾ ഇതൊരു സൈനുസോയിഡൽ വേവാണ്, അല്ലെങ്കിൽ പറയാം കൊസൈനുസോയിഡൽ വേവ്. സൈനുസോയിഡൽ വേവും കൊസൈനുസോയിഡൽ വേവും തമ്മിൽ വ്യത്യാസം അത് എക്സാക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് മാറുന്നേ ഉള്ളൂ. ഒരു 90 ഡിഗ്രി മാറും എന്നേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. In this equation, omega is 2 pi nu and epsilon phase 2 pi by lambda into x. So the above equation, cosine equation, we can write as y is equal to a cos 2 pi nu t minus 2 pi by lambda into x. That is y is equal to omega is 2 pi nu. Epsilon is 2 pi by lambda into x. X is called path difference. That is y is equal to a cos 2 pi by lambda into nu lambda t minus x. You know v, that is not, we multiply the first term in the bracket by lambda and divide by lambda also. I'll take 2 pi by lambda outside. So inside we get nu lambda t minus x. And nu lambda, you know, v is nu lambda, velocity is nu lambda, that is written in the right side. So y is equal to a cos 2 pi by lambda into bt minus x, and this is another form of the sinusoidal equation. So this is a solution of the differential equation we have seen in the beginning. It is a solution. And now we look. Also, a sinusoidal wave can be represented as y is equal to a sine. നമുക്ക് കോസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഉപയോഗിച്ചും സൈനുസോയിഡൽ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ കൊസൈനുസോയിഡൽ എന്ന് പറയുന്നതിനേക്കാൾ എപ്പോഴും ഇപ്പോൾ കോസാണെങ്കിൽ സൈൻ ആയാലും പൊതുവെ പറയുന്നത് ഇപ്പോൾ ഒരു സൈനുസോയിഡൽ വേവ് എന്നാണ്. സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനുമായിട്ട് 90 ഫേസിന് വ്യത്യാസമില്ല. സൈൻ തീറ്റ പ്ലസ് 90, ദാറ്റ് ഈസ് കൊസൈൻ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ വേവ് പഠിച്ചതിനകത്ത് ചെറിയ സിമ്പിൾ ഡെഫിനിഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചോദിക്കാവുന്നതാണ്. ഡിഫൈൻ വേവ് വെക്റ്റർ ആൻഡ് പീരീഡ് ഓഫ് എ വേവ്. അപ്പോൾ വേവ് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു ടേമാണ് വേവ് വെക്റ്റർ കെ എന്ന് പറയും, കെ വെക്റ്റർ. ദ വേവ് വെക്റ്റർ ഈസ് സംടൈംസ് കോൾഡ് വേവ് നമ്പർ.
വേവ് വെക്ടറിനെ ചിലപ്പോൾ ചില ബുക്കിനകത്തൊക്കെ പറയുന്നത് വേവ് നമ്പർ എന്നാണ്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ടേമാണ്. വേവ് വെക്ടർ ഈസ് നോൺ ആസ് വേവ് നമ്പർ. ആക്ച്വലി വേവ് നമ്പർ ഈസ് ന്യൂ ബാർ ആണ്. അവിടെ ഒന്ന് തിരുത്തിക്കോളൂ കേട്ടോ. ആക്ച്വലി ഒരു ബ്രാക്കറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. വേവ് നമ്പർ ആക്ച്വലി വേവ് നമ്പർ ഈസ് ന്യൂ ബാർ. ന്യൂ എഴുതിയിട്ട് ബാർ ഇടണം. അത് 1/λ ആണ്. ന്യൂ ബാർ ഇസ് 1/λ. പക്ഷെ ഇവിടെ വേവ് വെക്ടറിനെ ചിലപ്പോൾ നമ്മൾ വേവ് നമ്പർ എന്ന് പറയും. അത് ആക്ച്വൽ വേവ് നമ്പർ ന്യൂ ബാറുമായിട്ട് കൺഫ്യൂസ് ചെയ്തത്. ആ ബ്രാക്കറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ആക്ച്വലി വേവ് നമ്പർ ന്യൂ ബാർ, ന്യൂ അറിയാലോ, വി പോലെ ചരിച്ചിടണം. ന്യൂ ബാർ ഈസ് 1/λ. ന്യൂ ബാർ ഈസ് 1/λ. അത് മാഞ്ഞിരിക്കുകയാണ്, അത് എഴുതിക്കോളാം. ന്യൂ ബാർ ഈസ് 1/λ. അപ്പോൾ ഇവിടെ വേവ് വെക്ടർ കെ അത് 2π/λ ആണ്. അതിനെ ചിലപ്പോൾ വേവ് നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ വേവ് നമ്പർ എന്ന് കേട്ടാൽ ചിലർ ഓർക്കുന്നത് വേവ് വെക്ടർ ആയിരിക്കും, മറ്റു ചിലർ ഓർക്കുന്നത് ഫ്രീക്വൻസി. അത് 1/λ ന്യൂ ബാർ എന്നുള്ള റിലേഷൻ ആയിരിക്കും ഓർക്കുന്നത്. വേവ് വെക്ടർ ഈസ് ഗിവൺ ബൈ കെ വെക്ടർ ഈസ് 2π/λ. ഇനി അടുത്തത് പീരീഡ് ഓഫ് വേവ്. Period of wave, അത് T. It is a time taken for one full cycle of oscillation of the wave. It is a time taken for one full cycle of oscillation of the wave. That is T is 2π/ω. It is equal to 1/nu, where nu is frequency. Next term, angular velocity or angular frequency ഒമേഗ. നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നൊരു ടേം ഇനി അങ്ങോട്ട് നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും, ഒമേഗ. അത് സാധാരണ ഫ്രീക്വൻസി അല്ല, ന്യൂ അല്ല, ആംഗുലാർ ഫ്രീക്വൻസി. അത് ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ ഫ്രീക്വൻസി or angular velocity is given by omega is 2π/nu multiply numerator denominator by lambda in the RHS. That is omega is 2π/λ into nu lambda. Nu lambda is V. Therefore omega is 2π/λ into V, or omega is kV. Therefore angular frequency is equal to wave vector into velocity of the wave. Angular frequency omega is equal to wave vector into wave velocity. Need a problem ഉണ്ട്, important problem. Find the frequency, period and wave number and wave vector. അപ്പോൾ ഇവിടെ വേവ് നമ്പർ 1/λ എടുക്കണം, വേവ് വെക്ടർ വേറെ ഉണ്ട്. Find the frequency, period, wave number and wave vector for a light wave of wavelength lambda is 6000 angstrom, c 3 into 10⁻8 meter per second. You see how this problem is done. And that problem is repeated here. Again it is repeated. So the answer C is 3 into 10⁻8 meter per second. Lambda is 6000 angstrom. Angstrom we convert into meter into 10⁻10. Frequency nu. C is nu lambda. We know the relation between velocity of light and frequency. That is nu is c/λ, 3 into 10⁻8 by 6000 into 10⁻10. That is 5 into 10⁻14 hertz. That is the frequency nu. Periodicity is 1/nu. 1/5 into 10⁻14 is equal to 0.2 into 10⁻14 second. That is period. Wave number nu bar is 1/λ, 1/6000 into 10⁻10. That is 1.67 into 10⁻+6 meter raised to -1. Wave number we mentioned meter raised to -1. Wave vector k bar is equal to 2π/λ, 2π/6000 into 10⁻10. That is 7.3474 into 10⁻6 meter raised to -1. So you see here, for wave number and wave vector,
The unit is meter raised to minus 1. So in that sense, we call wave vector as wave number. So with this, our 40-second lecture, that is first lecture electromagnetic waves, is over. That is all. Thank you very much.